ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശത്തിലെ 11-ാമത്തെ അധ്യായം വരെയാണ് ആദിത്യ വിയോഗ വിവരണം എന്നുള്ള ഭാഗം വരെയാണ് വായിച്ചത്. 2 അധ്യായങ്ങൾ കൂടിയാണ് ഭാഗവതം സമ്പൂർണമാകാനായിട്ടുള്ളത്. അതിൽ അടുത്ത് വായിക്കുന്ന അധ്യായമാണ് ഭാഗവത സംഗ്രഹം എന്നുള്ളത്. പിന്നീട് ഭാഗവത സമർപ്പണം എന്നുള്ള അധ്യായവുമാണ്. ഇത് രണ്ടും സമാപിപ്പിക്കുന്ന സമയത്തായിരിക്കും പാരായണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ആ ഭാഗവത സംഗ്രഹം വായിക്കുന്ന സമയത്ത് ഈ 7 ദിവസങ്ങളിലായിട്ടൊന്നും യജ്ഞത്തിൽ ഒന്നുപോലും അല്പം പോലും പങ്കെടുക്കാൻ സാധിക്കാത്തവര് ആ ഒരു അധ്യായം കേട്ട് കഴിഞ്ഞാൽ ഒരു സപ്താഹത്തിന്റെ കേട്ടതിന്റെ മാഹാത്മ്യം ലഭിക്കും, അല്ലെങ്കിൽ ഫലമുണ്ടാവും. ആ 7 ദിവസങ്ങളിലായിട്ട് വായിച്ചു വന്ന പ്രകരണങ്ങളെയെല്ലാം ഒന്നുകൂടെ ഒന്ന് സ്മരിക്കുന്നതാണ് ഭാഗവത സംഗ്രഹം. അപ്പോ അത് കുറച്ചുകൂടി ആളുകൾ അത്രയും കൂടെ കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കട്ടെ. അതുകൊണ്ട് അത് സമാപിക്കുന്ന സമയത്തായിരിക്കും വായിച്ച് സമർപ്പിക്കുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട്, ഏകാദശ സ്കന്ധത്തിലെ ചില കാര്യങ്ങളെല്ലാം ഒന്നും പറയാൻ നമുക്ക് സമയമില്ല, എങ്കിലും ഏകാദശ സ്കന്ധം ഒന്ന് തുടങ്ങുകയാണ്. ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത് ഈ ദശമസ്കന്ധത്തിലൂടെ വർണ്ണനാതീതമായി വർണ്ണിക്കപ്പെട്ട അതിബാഹുല്യമുള്ളതായ യാദവ വംശത്തെ, അല്ലെങ്കിൽ യാദവ വംശം നശിക്കാനുള്ള കാരണത്തെ പറഞ്ഞുകൊണ്ടാണ് ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയേറെ ജനബാഹുല്യമുള്ള ഒരു ജനത ദ്വാരകയെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടുത്തെ ജനസംഖ്യ പറയുന്നില്ല. പക്ഷേ അവിടുത്തെ അധ്യാപകരുടെ എണ്ണം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും സെൻസസിന് ആരെയാ വിടുന്നത്? ജനസംഖ്യ എടുക്കാൻ. വീട്ടിലാരാ വരുന്ന? കാനേഷുമാരി. ഞാനൊക്കെ ഒത്തിരി പോയതാ സെൻസസിന്. എന്തുമാത്രം നാട്ടുകളിൽ നടന്നതാ. അപ്പൊ ഈ അധ്യാപകരെ കൊണ്ടാണ് ഏതെടുക്കുന്നത്? ജനസെൻസസ്. അതുകൊണ്ട് ഭാഗവതത്തിലെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആരുടെ എണ്ണം. ഇവിടെ പറയുന്നത് 3,80,000 അധ്യാപകർ ദ്വാരകയിൽ ഉണ്ടായിരുന്നത്. തിസ്ര കോട്യശ്ച അഷ്ടാഅശീതി സഹസ്രാണി എന്നാ പറയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ല. 3,80,000 അധ്യാപകർ. അപ്പോ അധ്യാപകരുടെ എണ്ണം കിട്ടിയാൽ തീർച്ചയായിട്ടും ജനസംഖ്യ അറിയാം. അന്നത്തെ കണക്ക് ഇന്നിപ്പം 45, 35 ഒക്കെ ആയിട്ട് തർക്കമാ. വേണ്ട, 40 വെച്ചു. 40 പിള്ളേർക്ക് ഒരു അധ്യാപകനാണെങ്കിൽ ആ 3,80,000 ആകണമെങ്കിൽ എത്രയായി? ഇൻറ്റു 40. അത്രയും പിള്ളേരുണ്ട്. ഇന്ന് ജനസംഖ്യ, നമ്മുടെ കുടുംബാസൂത്രണം എങ്ങനെയാ? ഇപ്പോഴത്തെ കുടുംബാസൂത്രണം, പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അന്നേരം പറഞ്ഞു ജനസംഖ്യ കൂടുകയാന്ന് പറഞ്ഞപ്പോ കുറച്ചു. നാം 2, നമുക്ക് അല്ല, ഞാനൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന. നാം 2, നമുക്ക് 3. അന്നായിരുന്നു അങ്ങനെ. ഞങ്ങളൊക്കെ 3 പിള്ളേരാ. ഞാൻ ഇളയാണ്. അപ്പോ 3 ആയിരുന്നു. വീണ്ടും സെൻസസ് 10 വർഷം കൂടിയപ്പോ എടുത്തപ്പോ പിന്നെയും കൂടുക. ചൈനയോട് അടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുറയ്ക്കാൻ. അപ്പൊ കുറച്ചു. നാം 2, നമുക്ക് 2. അങ്ങനെയല്ലായിരുന്നു മുദ്രാവാക്യം. പിന്നെ അങ്ങ് കയറി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നാം 2, നമുക്ക് 1. ഇപ്പോഴോ നാം 2, നമുക്ക് വേണ്ട. ഇപ്പൊ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും ഒക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ഒരു കോൺട്രാക്ട് ബേസില. കുറെ കാലം രണ്ടുപേരുടെ ഒരുമിച്ച് കഴിയുക, ഗുഡ് ബൈ പറയുക. അപ്പൊ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നടത്തുന്നത്. പക്ഷെ അന്ന് ദ്വാരകയില് കൃഷ്ണന്റെ പിള്ളേരുടെ എണ്ണം പറയുന്നു. അത് എല്ലാവരുടെയും പറയുന്നില്ല. 8 പ്രധാനപ്പെട്ട പത്നിമാരായിരിക്കുന്ന അഷ്ടമഹിഷിമാരെന്ന് പറയും. ഈ അഷ്ടമഹിഷിമാർക്ക് ഒരാളിൽ 10 വീതമായിരുന്നു. അപ്പൊ 10 × 8 എത്ര പിള്ളേരായി? അപ്പൊ പിന്നെ 16,000 വേറെയും കിടക്കുക. അപ്പൊ 1,60,000 പിള്ളേര് അതിൽ വന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പിള്ളേരെ മാത്രം കൊണ്ട് നിർത്തിയാൽ ഒരു പാർലമെന്റ് മണ്ഡലം പ്രഖ്യാപിക്കാം. അതുപോലെ ജനസംഖ്യയായിരുന്നു. അപ്പൊ ഇവിടെ 3,80,000 അധ്യാപകരുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു വീട്ടിലെ കണക്ക് 10 പിള്ളേരുമാണെങ്കിൽ സുഖമായിട്ട് ജനസംഖ്യ എടുക്കാം. അതാ ഇവിടെ പറഞ്ഞു. അപ്പൊ അത്രയേറെ ജനസഞ്ചയമുള്ള ഒരു രാജ്യമായിരുന്നു ആര്? ഈ ദ്വാരക.
എന്തിനാണത് പറഞ്ഞത്? ഇത്രയും ബഹുളമായിരിക്കുന്ന ഈ ധാരകയാണ് ഇനി എവിടെ പൊക്കാൻ പോകുന്നത്? വെള്ളത്തിൽ മുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് മുക്കുന്നതിന് മുമ്പ് ഇതിന്റെ വ്യാപ്തി എന്താണെന്ന് ആളുകളെ അറിയിക്കണം, എന്നാലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ എന്നർത്ഥം. അതിനുവേണ്ടിയാണ് ആദ്യം ഇത് പറഞ്ഞത്. അങ്ങനെയുള്ള ഏതാണ്ട് ഭഗവാൻ മനസ്സിലായി, തന്റെ അവതാര ഉദ്ദേശങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ കൂടിയാണ് തനിക്ക് അവശേഷിക്കുന്നത്. ഒന്ന്, താൻ ഇവിടുന്ന് ശരീരം ഉപേക്ഷിച്ചു പോയാലും തന്റെ തത്വം ഈ ഭൂമിയിൽ നിലനിൽക്കണം, ഈശ്വരതത്വം നിലനിൽക്കണം. ആ ഈശ്വരതത്വം താൻ തന്നെ ഉപദേശിച്ചു കൊടുത്തെങ്കിലേ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, ആ സ്വീകരിക്കുന്നയാള് അതിന് യോഗ്യനായിരിക്കുന്നവനും വേണം. ഇത് ആർക്കെങ്കിലും ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതിനിപ്പോൾ ഉള്ളതിൽ കേമൻ ശ്രേഷ്ഠൻ, തന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആരാണ്? ഉദ്ധവര് തന്നെയാണ് എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരുക്കങ്ങളൊക്കെ ചെയ്തപ്പോ ഭഗവാൻ ഉദ്ധവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവരെ, നമുക്ക് കാലമൊക്കെ ഇപ്പം അത്ര സുഖമാണെന്ന് തോന്നുന്നില്ല, നമുക്ക് ചില സൽക്കർമ്മങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദ്വാരകയില് ഒരു വലിയ യാഗാദി സത്രം നടത്തുകയാണ്. നിരന്തരം യാഗം നടക്കുകയാണ്. ആ യാഗമൊക്കെ നടത്തിയപ്പോൾ ആ യാഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് സപ്തർഷികളാണ് വന്നത്. ആ സപ്തർഷികൾ യാഗമെല്ലാം നടത്തി ദക്ഷിണയൊക്കെ വാങ്ങിച്ച് ഈ ദ്വാരകയിലുള്ള ചില സ്ഥലങ്ങൾ കാണാനായിട്ട് ഇവരിങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഈ സമയത്താണ് ഭഗവാന്റെ മക്കള് സാമ്പന്റെ നേതൃത്വത്തിൽ, ജാമ്പവതിയിലുണ്ടായ പുത്രനാണ് സാമ്പൻ. ജാമ്പവതി എന്ന് പറയുന്നത് ആരുടെ മകളാ? ജാമ്പവാൻ. അപ്പൊ കുരങ്ങന്റെ സ്വഭാവമാണ് ഇവനെന്നർത്ഥം, വികൃതി. അതുകൊണ്ട് ഈ സപ്തർഷികൾ പോകുന്നത് കണ്ടപ്പോൾ കാവ്യൊക്കെ ഉടുത്തിരിക്കുന്നവരല്ലേ, ഇവർക്ക് വല്ല സിദ്ധി ഉണ്ടോ എന്നൊന്ന് അറിയണം. അതിന് ബാക്കിയുള്ള കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടിയിട്ട് വരണം, നമുക്ക് ഇവരെ ഒന്ന് പരീക്ഷിക്കാം. അതായത് ഈ സാമ്പൻ ഒരു സ്ത്രൈണ ഭാവക്കാരനാണ്. ഒരു സ്ത്രീ ആയിട്ടുള്ള രൂപമല്ല, സ്ത്രീ സഹജമായ ഒരു നടപ്പും എന്താണ് വർത്തമാനവും ഒക്കെ ഉള്ള ആളാ. ഇനി നമ്മളെ നാട്ടിലൊക്കെ പറയുമല്ലോ, എന്നാലും ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, ചാന്തുപൊട്ട്. അതായിരുന്നു ആര്? ഈ സാമ്പൻ. അതുകൊണ്ട് ഈ സാമ്പൻ പറഞ്ഞു, ഞാനൊരു വേഷം കെട്ടാം, സ്ത്രീയുടെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വേഷം കിട്ടാം. എന്നിട്ട് ഞാൻ ആ മരത്തിന്റെ പുറകിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കാം. നിങ്ങൾ എന്ന് ഈ സപ്തർഷിമാരോട് ചോദിക്കണം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, അവള് പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ടാണ് അങ്ങയുടെ മുമ്പിലേക്ക് വരാത്തത്. അതുകൊണ്ട് അവക്കൊരാഗ്രഹം, അവള് പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നൊന്ന് സ്കാൻ ചെയ്ത് പറയണമെന്ന് ഇത് ചോദിക്കാൻ പറഞ്ഞു. ഇവന്മാരെല്ലാരും കൂടെ നേരെ ചെന്ന് ഈ സപ്തർഷികളോട് ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, അവളാണ്ട് അവിടെ നിപ്പുണ്ട്, മറഞ്ഞു നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരത്തില്ല, ഒരു കാര്യം അറിഞ്ഞാൽ മതി, എന്താന്ന് ചോദിച്ചു. അപ്പൊ അവള് പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ? ദിവ്യദൃഷ്ടിയിൽ തന്നെ, യോഗദൃഷ്ടിയിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇവന്മാര് നമ്മളെ പരീക്ഷിക്കുകയാണ്. അവരൊട്ടും പഠിച്ചില്ല. പറഞ്ഞു, അവള് പ്രസവിക്കും. എന്താണ്? ഒരു ഇരുമ്പൊലക്ക. ഇതുകൊണ്ട് നിന്റെയൊക്കെ കുലം മുടിയൊന്നും പറഞ്ഞു. പരിഭ്രാന്തരായ ഈ പിള്ളേർ ഓടി വന്ന് സാമ്പന്റെ തുണിയെല്ലാം അഴിച്ചു നോക്കിയപ്പോ ഇരിക്കുന്നു ഒരു ഇരുമ്പുലക്ക. ഓടി ഇതുമായിട്ട് സുധർമ്മയിലേക്ക്. ഭഗവാൻ അപ്പോഴേ വിവരം അറിഞ്ഞു. ഇതും ഭഗവാന്റെ ഇച്ഛയായിരുന്നു അവരെ കൊണ്ടുവന്നതും ഇങ്ങനെ ചോദിപ്പിച്ചതും അർത്ഥം. ഭഗവാൻ അവിടെ ഇരുന്നോണ്ട് തന്നെ ആലോചിച്ചു. എന്നിട്ട് ഇത് ആദ്യം ആരോടും പറയത്തില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക. നമ്മുടെ ഇത് കേട്ടപ്പോ തന്നെ ഭഗവാൻ പറഞ്ഞു, സമയം അടുത്തു, ഒരു കാര്യം ചെയ്യ്, ഈ ഇരുമ്പുലൊക്കെ രാഗി പൊടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരിതിങ്ങനെ രാഗി 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 തരിയാക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് കടലിൽ എറിയാൻ പറഞ്ഞു. അങ്ങനെ ഈ പൊടിച്ച പൊടി മുഴുവൻ കടലിൽ എറിഞ്ഞു. അവസാനം രാഗാൻ വയ്യാത്ത ഒരു കഷ്ണം കയ്യിലിരുന്നതുണ്ടായിരുന്നു. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതും കടലിൽ എറിഞ്ഞാക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പൂർണ്ണമായിട്ടും ആ ഉലക്ക പൊടിച്ച് അവിടെ ചേർത്തു. കാലക്രമത്തിൽ തിരകളടിച്ച് ഈ പൊടികൾ മുഴുവൻ കരയ്ക്കടിഞ്ഞു. അവ ആ സമുദ്രതീരത്തെല്ലാം എരകപ്പുല്ലുകളായി വളർന്നു നിന്നു. ഈ എറിഞ്ഞ കഷ്ണം ആ സമുദ്രത്തിൽ വെച്ചൊരു മത്സ്യം വിഴുങ്ങി. അത് അവിടെ കിടന്ന് വളർന്നിരുന്ന ആ മത്സ്യത്തെ ഒരു ധീവരൻ അല്ലെങ്കിൽ ഒരു മുക്കുവൻ വലയിട്ട് പിടിച്ചു. ഇവൻ ഇതിനെ പിടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നപ്പം വയറ് കയറിയപ്പോ ഇരിക്കുന്നു അതിനകത്തൊരു ലോഹക്കഷ്ണം. ഈ ലോഹക്കഷ്ണം തന്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന ജര എന്ന് പറയുന്ന ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു.
ആ കാട്ടാളനോട് പറഞ്ഞു, നീ ഇത് അടിച്ചു വരത്തി വല്ല അമ്പു വല്ല ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. ഇവൻ ഇത് അടിച്ചു വരത്തി അമ്പാക്കി വെച്ചു. ഇതാണ് അവസാനം ഭഗവാന്റെ കാലിൽ കൊള്ളുന്നത്. ഇങ്ങനെ ഇതിന്റെ ഒരു പിൻഭാഗം പറഞ്ഞു തീർത്തു. അങ്ങനെ ആ ഭഗവാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ദ്വാരകയിലിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വസുദേവര് വന്നിട്ട് ഒരു സങ്കടം പറയുകയാണ്. കൃഷ്ണ, നീ നിന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എല്ലാ കർമ്മങ്ങളും സാധിച്ചു കൊടുത്തു. അതാണ് രുക്മിണി സ്വയംവരത്തിന് ശേഷം വരുന്ന ഓരോ കഥകളും. ഒരു ഗൃഹസ്ഥൻ തന്റെ കയ്യിൽ അല്ലെങ്കിൽ താൻ നിൽക്കുന്ന നിലയിൽ താൻ ഓരോരുത്തരോടും ചില കടമകൾ ചെയ്യാനുണ്ട്. ആ കടമകൾ നിർവഹിച്ച കഥകളായിരിക്കും ആ സ്വയംവരത്തിന് ശേഷം പറഞ്ഞ കഥകൾ. അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് സ്യമന്തക കഥയാണ്. ആ സ്യമന്തക കഥ എന്തിനു പറഞ്ഞു? ഒരു ഗൃഹസ്ഥൻ തന്റെ മേരെ ആരെങ്കിലും കിംവദന്തി പ്രചരിപ്പിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ആ ഗൃഹസ്ഥന്റെ കടമയാണ്. അതിനുശേഷം പല പല കഥകളും വരുന്നുണ്ട്. നൃഗമോക്ഷം എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥ എന്തിനാ പറഞ്ഞത്? ഒരു ഗൃഹസ്ഥനായിട്ടിരിക്കുമ്പോൾ തന്റെ കൊച്ചുമക്കളോട് ഗൃഹസ്ഥന് ചില കടമകൾ നിർവഹിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്തു പറയുന്നത്, ഈ നൃഗമോക്ഷം കഥ പറഞ്ഞത്. പിന്നീട് രാജസൂയം എന്നൊരു കഥ പറയും. ഈ രാജസൂയ കഥയില് പറയുന്നത് ഒരു ഗൃഹസ്ഥന് തന്റെ ബന്ധുക്കളോട് ചില കടമകൾ നിർവഹിക്കാനുണ്ട്. അതിനാണ് രാജസൂയം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു ഗൃഹസ്ഥന് തന്റെ കൂട്ടുകാരനോട് ചില കടമകൾ നിർവഹിക്കാനുണ്ട്. എത്ര നിലയിലേക്ക് ഉയർന്നാലും ആ കഥ പറയുന്നതിനാണ് കുചേലോപാഖ്യാനം പറഞ്ഞത്. അതേപോലെ തന്നെ ഭാര്യയോട് ചില കടമകൾ ചെയ്യാനുണ്ട്. അതിനാണ് കർഹിജിത് അധ്യായം അല്ലെങ്കിൽ ദമ്പതി വിനോദം എന്ന് പറയുന്നൊരു അധ്യായം കൊണ്ടുവന്നു. തന്റെ ശത്രുവിനോട് ഗൃഹസ്ഥൻ എങ്ങനെ പെരുമാറണം ഇത് പഠിപ്പിക്കാനാണ് പൗണ്ഡ്രക വാസുദേവന്റെ കഥ പറയുന്നത്. നോയിക്കോളുക, ഏത് കഥയെടുത്താലും കുറെ ആളുകളെ കൊല്ലുകയല്ല, അതിൽ നിന്നും ഭഗവാനെ അറിയുന്ന, ഭഗവാന്റെ ചരിതങ്ങൾ പറയുന്ന, ഭാഗവതം പഠിക്കുന്ന ഒരാള് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ അയാൾ ചില ചില കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കർത്തവ്യങ്ങൾ ചെയ്യുന്ന കഥകളായിരിക്കും പറയുക. ഗുരുവിനോടുള്ള കടമ നിർവഹിച്ചു. അതിനുശേഷം അമ്മയൊരു ആഗ്രഹം പറഞ്ഞു. എന്താ? നിനക്ക് മുമ്പ് എനിക്ക് വേറെയും സന്താനങ്ങൾ ഉണ്ടായി, എനിക്കിപ്പോ അവരെ കാണണം. അപ്പോ പ്രായമായ അമ്മ തന്റെ മകനോടൊരു ആവശ്യകത പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? അതിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ മകനെ കൊണ്ടുവന്ന് മക്കളെ എല്ലാം കൊണ്ട് കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വസുദേവര് ചോദിച്ചത്, നീ എല്ലാരോടും എല്ലാ സഹായവും ചെയ്തു കൊടുത്തു, പക്ഷെ ഇന്ന് വരെയും എനിക്ക് ഒന്നും ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ അച്ഛനായ വസുദേവരോട് ചോദിച്ചു, അങ്ങക്ക് എന്താണ് ആഗ്രഹം? സാധിച്ചു തരാം. അപ്പൊ വസുദേവര് പറഞ്ഞു, എനിക്കൊരു യാഗം നടത്തണം. ഭഗവാൻ അത് കേട്ടിട്ട് ചിരിച്ചു. കാരണം എന്താ? സകല യാഗങ്ങളുടെയും ഫലത്തെ നൽകുന്ന ഭഗവാനാണ് മകനായിട്ട് നിൽക്കുന്നത്. എന്നിട്ടും ആരെ വിശ്വാസമില്ല? വാസുദേവർക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? ഈ ഭഗവാൻ കൂട്ടത്തിലുണ്ട്. സകല യാഗങ്ങളുടെയും സകല യജ്ഞങ്ങളുടെയും സകലതുമാരാ ഈ ഭഗവാനാ. രാവിലെ സഹസ്രനാമം ചൊല്ലില്ലേ? യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദയേവച. യജ്ഞകൃത് യജ്ഞം ചെയ്യുന്നവൻ ഭഗവാനാ. യജ്ഞഭൃത് യജ്ഞത്തെ ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഭഗവാൻ. യജ്ഞി യജിക്കുന്നവനുമാരാ ആ ഭഗവാൻ തന്നെയാണ്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും ആര് തന്നെയാ? ഇതിന്റെ ഫലത്തെ നൽകുന്നതുമാരാ. അപ്പൊ ഇതെല്ലാമായിരിക്കുന്ന ഭഗവാനാണ് തന്റെ പുത്രനായിട്ട് ഇപ്പോൾ എവിടെ കഴിയുന്നത്? തന്റെ കൂടെ കഴിയുന്നത്. എന്നിട്ടും വസുദേവര് പറയാ, എനിക്കിപ്പോ എന്ത് നടത്താൻ? അപ്പൊ ഭഗവാൻ കൂട്ടത്തിലുണ്ടെങ്കിലും നമ്മൾ ആരെ അന്വേഷിച്ച് നടക്കും? ഭഗവാനെ. യഥാർത്ഥത്തിൽ ഭഗവാൻ എവിടെ ഉണ്ടെന്നാ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞത്? ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി.
അർജുന, ഈശ്വരൻ എല്ലാവരുടെയും എവിടെ തന്നെ ആയിരിക്കുന്നത്? അവരവരുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതെയാണ്, അല്ലെങ്കിൽ അത് കൂട്ടത്തിലുണ്ട് എന്ന തിരിച്ചറിയാതെയാണ് നമ്മളിപ്പോൾ ഈശ്വരനെ തേടി പല ഇടങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത്. കസ്തൂരിമാൻ എന്ന് പറയുന്നൊരു മാനുണ്ട്. അതിന്റെ നാഭിയിലാണ് കസ്തൂരി ഇരിക്കുന്നത്. ഇതിന്റെ സുഗന്ധം വന്നു കഴിയുമ്പോൾ ഈ കസ്തൂരി എവിടാണെന്നും വെച്ച് ആര് നടക്കുക? ഇവിടെ കൊണ്ട് നടന്നുകൊണ്ടാണ് ഏതിനെ തപ്പി നടക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടൊരു കവി പാടിയില്ലേ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. പിന്നെ എവിടാണെന്നാ കണ്ടത്? ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അവസാനം കണ്ടെത്തിയത്. അപ്പോ ഈ ഭഗവാൻ കൂട്ടത്തിൽ താമസിച്ചിട്ട് പോലും വിശ്വാസമില്ല. അതിനെന്താ? അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാഗം തുടങ്ങുകയാണ്. ഗംഭീരമായിട്ട് യാഗം നടക്കുവാൻ. ആ യാഗം നടക്കുമ്പോൾ സാക്ഷാൽ നാരദ മഹർഷി അവിടെ എത്തുകയാണ്. ആ നാരദ മഹർഷി അവിടെ ഇരുന്നപ്പോൾ ആ നാരദ മഹർഷിയുടെ സമീപത്ത് നിൽക്കുന്ന ഈ വസുദേവര് നാരദ മഹർഷിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യം ചോദിച്ചത്, ഒരു ഭാഗവതന്റെ കർത്തവ്യം എന്ത്? ഭാഗവതന്മാർ എത്ര തരത്തിൽ? ഓരോ ഭാഗവതന്റെയും ലക്ഷണം എന്ത്? ഈ ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ നാരദ കഥയൊന്നുമില്ല നീ കേട്ടോ, നീ കാര്യമാണ് ഏകാദശത്തിൽ കഥയൊന്നുമില്ല. ഈ ചോദ്യം കേട്ടപ്പോൾ നാരദ മഹർഷി നേരിട്ടല്ല ഉത്തരം പറയുക. പറഞ്ഞു, പണ്ട് വിദേഹം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ വിദേഹത്ത് നിമി എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ നിമി മഹാരാജാവ് ഇതേപോലെ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ആയി. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഗഹനമായ വിഷയമാണ്. ഇത് ടോൺ തെറ്റിപ്പോയാ പിന്നെ വിഷയം കൊണ്ടുവരാൻ വലിയ പാടാ. ബാക്കി കഥകളാണ് എന്തെങ്കിലും പറഞ്ഞു. ഇത് തല ശരിക്ക് ചിന്തിച്ചായി പറഞ്ഞു വിടുന്നത്. ഇപ്പോഴത്തേക്ക് മുമ്പിൽ ഇരുന്നുകൂടി വേറെ കാര്യങ്ങൾ ശ്രദ്ധ പോയാൽ നിങ്ങൾ അവിടെ പറയുമ്പോൾ മറ്റുള്ളവർ അങ്ങോട്ട് ശ്രദ്ധിക്കും, അപ്പൊ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഇത് കേൾക്കണമെങ്കിൽ ഇല്ല, ഇപ്പൊ നമുക്ക് നിർത്തിയാക്കാം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോ നിമി മഹാരാജാവ് ഇതേപോലെ ഒരു യാഗം നടത്തുകയാണ്. ഈ യാഗസ്ഥലത്തേക്ക് അപ്പോൾ നവയോഗികൾ എന്ന് പേരുള്ള ആളുകൾ കയറി വന്നു. ഈ നവയോഗികളെ പറ്റി നമ്മൾ പറഞ്ഞു. ഋഷഭദേവന് മേരുദേവി എന്ന് പറയുന്ന ദേവിയിൽ 100 മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞു. പഞ്ചമം പറഞ്ഞപ്പോ ഓർമ്മയുണ്ടായിരിക്കും. അതിൽ മൂത്തപുത്രന്റെ പേരായിരുന്നു ഭരതൻ. അവസാനത്തെ 9 മക്കൾ ഊർദ്ധരേതസ്സുകളായി സന്യാസവൃത്തി അല്ലെങ്കിൽ അവധൂത വേഷത്തിൽ അവിടം വിട്ടു പോയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് അവരുടെ പേരും ഞാൻ പറഞ്ഞു. കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഗോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്ന 9 പേര്. അന്ന് അവര് പോയതായിട്ടേ പറഞ്ഞുള്ളൂ, പിന്നെ അവരെ കുറിച്ച് പറഞ്ഞില്ല. അവരെ കുറിച്ചാണ് ഇപ്പോൾ എവിടെ പറയുന്നത്? ഇവിടെ. ഇവരെ നവയോഗികൾ എന്ന ഒറ്റ പേരിൽ അറിയുന്നത്. ഈ 9 പേരും കൂടി നിമി മഹാരാജാവ് യാഗം ചെയ്യുന്ന സ്ഥലത്തെത്തുകയാണ്. അവിടെ വെച്ച് നാരദര് വസുദേവരോട് പറയുകയാണ്, ഹേ വസുദേവ, അങ്ങ് ചോദിച്ച ഇതേ ചോദ്യം തന്നെ അന്ന് നിമി മഹാരാജാവ് ആരോട് ചോദിച്ചു? നവയോഗികളോട് ചോദിച്ചു. അന്ന് നവയോഗികൾ നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ഉത്തരം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തിൽ നിമി നവയോഗി സംവാദം എന്ന ഭാഗം വന്നത്. കാരണം നമ്മുടെ പുരാണത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരാണ് പുരാണം പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ആ പുരാണങ്ങൾ ഒരിക്കലും താൻ പറയുന്നതായിട്ട് അവതരിപ്പിക്കില്ല. കാരണം എന്താ? ഇപ്പൊ വ്യാസന പറയുന്നതെങ്കിൽ തന്നെ വ്യാസനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം കാണും, അനുകൂലിക്കാത്തവരും ഉണ്ടാവും. അനുകൂലിക്കാത്തവരെന്ത് ചെയ്യും? വ്യാസൻ പറഞ്ഞതിനെ
ഉൾക്കൊള്ളാനോ ശ്രദ്ധിക്കാനോ മെനക്കെടില്ല. അതുകൊണ്ട് എഴുതുന്ന ആളുകൾ എന്ത് ചെയ്യും? ഇത് എന്റെ വാക്കുകളല്ല, പണ്ട് മറ്റൊരാൾ പറഞ്ഞത് ഞാനിവിടെ പറയുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താ? എല്ലാരും പഠിക്കും. ഇത് സകല പുരാണങ്ങളുടെയും പ്രത്യേകതയാണ്. രാമായണം ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്? പരമേശ്വരൻ ഉമാമഹേശ്വര സംവാദം. അതേപോലെ തന്നെ മഹാഭാരതം വ്യാസൻ അല്ല, പരീക്ഷത്തിന്റെ മകനായിരിക്കുന്ന ജനമേജയ മഹാരാജാവിന് വൈശമ്പായനൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. മനസ്സിലായോ? അപ്പൊ കഠോപനിഷത്ത് യമൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇതൊരു രീതിയാണ്, നേരിട്ട് പറയില്ല. അതുകൊണ്ട് ഇവിടെ നാരദർക്ക് അറിയാം. പക്ഷെ നാരദരല്ല പറയുന്നതായിട്ടാ പറയുന്നത്. നിമി ചോദിച്ചതിന് നവയോഗികൾ പറയുന്നു, ആ ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. ഒരു ഭാഗവതന്റെ കർത്തവ്യം എന്ത്? ആട്ടെ, ഒരു ഭാഗവതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭാഗവതൻ, ഭാഗവതം വായിക്കുന്ന ആള്. അപ്പൊ ഞാനും ഉണ്ണികൃഷ്ണ സാറും ഇവരെല്ലാരും ആരാ? ഭാഗവതന്മാരാ. അതുകൊണ്ടാണല്ലോ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാ. എന്നാൽ ഭാഗവതർ എന്ന വാക്കിനർത്ഥം അതല്ല. ഭാഗവതൻ എന്ന വാക്കിനർത്ഥം ഭഗവാനെ സംബന്ധിച്ചവൻ എന്നാണ്. അപ്പോൾ ഭക്തൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തന്റെ കർത്തവ്യം എന്താ? നിങ്ങളൊക്കെ ആരാ? ചൂരക്കളങ്ങര ദേവിയുടെ ഭക്തരാണല്ലോ, അല്ലെ? ഏറ്റുമാനൂരപ്പന്റെ ഭക്തരാണ്. അതെ. അത് പറഞ്ഞപ്പം തലം കൂടി. ഏതെങ്കിലും വാട്ട് ഭക്തരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർത്തവ്യം എന്താ? അതെങ്ങനെ ഇപ്പൊ പറയുന്നത്? രാവിലെ എഴുന്നേക്കണം, കുളിക്കണം, നല്ല വസ്ത്രമൊക്കെ എടുക്കണം, അമ്പലത്തിൽ പോകണം, തൊഴണം, പായസം കെട്ടിയാൽ കഴിക്കണം, തിരിച്ച് വീട്ടിൽ പോകണം, അല്ലേ? പക്ഷെ ഇവിടെ ഇതൊന്നും പറയുന്നില്ല. വിളക്ക് കത്തിച്ച് നാമവും ചോദിക്കണം, ആയിക്കോട്ടെ, അതും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അതൊന്നും പറയുന്നില്ല. ഇവിടെ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത് എന്നാ ഇവിടെ പറയുന്നത്. നമ്മള് സമർപ്പയാമി എന്ന് പറയും, ഭാഗവതത്തിൽ സമർപ്പയേത്തത് എന്നാ പറയും. അപ്പൊ കായേന മനസാ വാച എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇവിടെ ഈശ്വരനെ അറിയുവാനും ലൗകികമായ ഏത് കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് വേണ്ടുന്നത് 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൽ ഇവയ്ക്ക് പേര് പറഞ്ഞു ത്രികരണങ്ങൾ എന്ന് പറഞ്ഞു. ഈ ത്രികരണങ്ങൾ 3 പൂർണ്ണമായിട്ടും ആരിൽ വെക്കണം? ഭഗവാനിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ ത്രികരണങ്ങൾ എന്തൊക്കെയാ? നമുക്കിവിടെ ഈശ്വരനെ അറിയാനായിക്കൊള്ളട്ടെ, ലൗകികമായ കർമ്മം ചെയ്യാനായിക്കൊള്ളട്ടെ, നാം ഓരോരുത്തരും ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 3 കരണങ്ങളുമായിട്ടാണ് വന്നത്. അതിൽ ഒന്നാമത്തേത് ശരീരം, പിന്നെയോ മനസ്സ്, പിന്നെ ബുദ്ധി. ഈ 3 എണ്ണത്തിനും കൂടി ചേർത്താണ് എന്ത് പറയുക? ത്രികരണങ്ങൾ എന്ന് പറഞ്ഞു. മനസ്സ്, ബുദ്ധി, ശരീരം. ആ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, സങ്കല്പിക്കുന്നത് എപ്പോഴും ആരെ കുറിച്ചാവണം? ഭഗവാനെ കുറിച്ച് ആവണം. വാക്കുകൾ കൊണ്ട്, അതാണ് കായേന വാച മനസ ഇന്ദ്രിയൈഹി വാ. അതേപോലെ തന്നെ ഈ വാക്കുകൾ പറയുന്നതും ആരെ കുറിച്ച് തന്നെ ആവണം? ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഭഗവാനെ കുറിച്ച് തന്നെ ആവണം. അതേപോലെ തന്നെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും ഏതായിരിക്കണം? ഈശ്വരാർപ്പണമായിരിക്കുന്ന
കർമ്മങ്ങൾ ആവണം. മനസ്സുകൊണ്ട് ഈശ്വരനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഭക്തി. ശ്രദ്ധിച്ച മനസ്സിലായോ? അതുകൊണ്ട് ഭക്തി എവിടാ ഉണ്ടാകുന്നത്? മനസ്സിലാക്കുക. ഇനി ബുദ്ധി കൊണ്ട് ഈശ്വരനെ അറിയുക, അതിന് പറയുന്ന പേരാണ് ജ്ഞാനം. പിന്നെയോ ശരീരം കൊണ്ട് ഫലം ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം, അതിന് പറയുന്ന പേരാണ് വൈരാഗ്യം. അപ്പൊ ഏത് വേണം? ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം. ഒരു പക്ഷേ മനസ്സുകൊണ്ട് നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം. ഇതുപോലെ കുറെ സത്സംഗങ്ങളൊക്കെ നടക്കുന്നിടത്ത് സ്ഥിരമായി പോകുന്നു, അവിടെ ഇരുന്നു കൊണ്ട് ഭഗവത് ചിന്തകൾ ചെയ്യാം, സാധിക്കും. അടുത്തത് ബുദ്ധിയാണ്. വലിയ വലിയ സത്സംഗങ്ങൾ, നല്ല ജ്ഞാനികളായിരിക്കുന്ന ആളുകളുടെ അടുക്ക പോയിരുന്ന് ഈശ്വര തത്വത്തെ ശ്രവിച്ചും നമുക്ക് എന്ത് നേടാം? ഭഗവത് തത്വം എന്താണെന്ന് ബുദ്ധിയിൽ കൊണ്ടുവരാം. ശരീരം കൊണ്ടും ചെയ്യണമെന്ന്. അട്ടെ, ഈ ശരീരം കൊണ്ട് എങ്ങനെ ഈശ്വരാത്മകമായ കർമ്മം ചെയ്യും? ഇവിടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാ? ശരീരത്തെ ആർക്ക് സമർപ്പിക്കണം? ആത്മാവ്. ഇവിടെ പറഞ്ഞു ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതാണ് ശരീരം. തന്നെ തന്നെ ആർക്ക്? ഭഗവാനെ സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ സമർപ്പിക്കുന്ന അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം കൊണ്ട് മുറിച്ചു വെച്ചു കൊടുത്താൽ മതിയോ? എങ്ങനെയാന്ന് പറഞ്ഞു. ഭഗവാൻ ഇഷ്ടമായ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഭഗവാൻ എന്നും കൊണ്ടുപോയി ഓരോ പായസം കൊടുക്കും. ബാക്കി മുഴുവൻ ആരകത്താക്കും? ഞാനകത്താക്കും. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മാനവസേവ മാധവ. എന്താ അർത്ഥം? മറ്റുള്ളവർക്ക് സേവ ചെയ്യുക. ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഈശ്വര കർമ്മപ്പേത മറ്റുള്ളവനെ സഹായിക്കുക. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് കവി പാടി. നമ്മൾ കണ്ണീര് പൊഴിക്കും എപ്പോഴാന്നറിയോ? അവന്റെ വീഴ്ച കാണുമ്പോ സന്തോഷം കൊണ്ട്. ആ കണ്ണീരല്ല, അവന്റെ ദുഃഖം എന്റെ ദുഃഖം. അതുകൊണ്ടാണ് മാനവസേവ. അതുകൊണ്ടാണ് സായിബാബയുടെ മോട്ടോയിൽ സായി ഭക്തന്മാരാരിലുണ്ടോ ഇവിടെ? ആരുമില്ല. സായി ഭക്തര് നന്നായി. ഇനി ഉണ്ടെങ്കിലും മിണ്ടത്തില്ല. ആ സായിബാബയുടെ മോട്ടോ എന്ന് നോക്കണം. ആ ഇതിന്റെ ഒന്നുമില്ല ഇവിടെ. പക്ഷെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ പോണം. അവിടെ മോട്ടോയിൽ എഴുതിയിരിക്കുന്നത് സർവീസ് ടു ദി മാൻ, സർവീസ് ടു ദി ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? മനുഷ്യന് ചെയ്യുന്ന സേവനം തന്നെയാണ് ആർക്ക് ചെയ്യുന്ന സേവനം എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രവർത്തനം മുഴുവൻ ഏതാ ചെയ്ത്? എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം, ഞാൻ അന്ന് തിരുപ്പതി പഠിക്കുന്ന സമയത്താണ് സായിബാബയുടെ ഒരു പിറന്നാൾ ദിനത്തിൽ അവിടുത്തെ കളക്ടറെ വിളിച്ചു ചോദിച്ചു, 25 ദിവസത്തിനകം അനന്തപൂർ ജില്ലയിൽ കുടിവെള്ളം ഭയങ്കര പ്രശ്നമുള്ള ജില്ലയായിരുന്നു. എത്രയോ തവണ ഞാൻ ഒത്തിരി തവണ പോയിട്ടില്ല. അപ്പോ പറഞ്ഞു, ഇത്ര ദിവസം തരും. അനന്തപൂർ ജില്ലയിൽ എന്റെ പിറന്നാളിന്റെ അന്ന് വെള്ളം ഒഴുകണം പറഞ്ഞു. കളക്ടർ പറഞ്ഞു 25 ദിവസം കൊണ്ടൊന്നും നടക്കില്ല, നാ വിട്ടോളാൻ പറഞ്ഞു. പിന്നെ വേറെ അമേരിക്കൻ കമ്പനികളെ കൊണ്ടുവന്ന് എന്താ ചെയ്തത്? ആ പറഞ്ഞ ദിവസം തുംഗഭദ്ര നദി എന്നുള്ള വെള്ളം അനന്തപൂർ ജില്ല മുഴുവൻ ഒഴുകുമായിരുന്നു. എന്തിനാ ചെയ്തത്? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സേവനം. അത് തന്നെയാണ് ഏറ്റവും വലിയ. അതിന്റെ അളവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചുനാളില് പഠിച്ച ഒരു ഫോക്ക് ടൈൽ സ്റ്റോറി ഉണ്ട്, ഇംഗ്ലീഷിലുള്ള റോമൻ കഥയാണ്. ഒരു വളരെ ദരിദ്രനായിരിക്കുന്ന, അനാഥനായിരിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്.
അവന്റെ പേരായിരുന്നു അബു. അവൻ ആരുമില്ല, അച്ഛനില്ല, ആരുമില്ല. അവൻ അനാഥനായിട്ട് നഗരത്തിൽ ജീവിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കെ ഇവന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഭാരം കയറ്റിയ വണ്ടി വരികയാണെങ്കിൽ, കാളവണ്ടി വരികയാണെങ്കിൽ, ആ ഭാരം കാളയ്ക്ക് വഹിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഇവൻ വണ്ടിയുടെ പിന്നാലെ ചെന്ന് തള്ളിക്കൊടുക്കും. അന്ധന്മാരാരെങ്കിലും വഴിയെ വരികയാണെങ്കിൽ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിക്കും. ഭാരം ചുമന്നുകൊണ്ട് വരുന്നവർക്ക് അത് ചുമക്കാൻ പറ്റാതെ വരുമ്പോൾ അത് വാങ്ങിച്ച് താൻ തന്നെ ചുമന്നുകൊണ്ട് കൊടുക്കും. അവരൊക്കെ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങും, ഇല്ലെങ്കിൽ പരാതിയൊന്നുമില്ല. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ച് ഇയാൾ ജീവിക്കുകയാണ്. രാത്രിയിൽ കടത്തിന്മേൽ കിടന്നുറങ്ങും. ഒരു ദിവസം രാത്രിയിൽ ഇയാൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് അബുവിനെ വിളിച്ചുണർത്തി. അപ്പൊ ഈ മാലാഖയുടെ കയ്യിലൊരു സ്വർണ്ണത്താളി കയ്യിലിരിപ്പുണ്ട്. അബുവിനെ വിളിച്ചിട്ട് ചോർത്തു. അബു എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു മാലാഖയാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന്? നിന്നെ കാണാൻ വന്നതാ. എന്താ കാര്യം? അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ താമ്രപത്രം കണ്ടോ? കണ്ടു. ഇതിൽ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നവരുടെ പേരുകളാണ്. അപ്പൊ അബു ചോദിച്ചു, എന്റെ പേരുണ്ടോ അതിൽ? നോക്കി, ആരുടെ പേരില്ല? അബുവിന്റെ പേരില്ല. നിന്റെ പേരില്ല എന്ന് പറഞ്ഞു. ഒരു സങ്കടവും ആർക്ക് തോന്നിയില്ല? അബുവിന് തോന്നിയില്ല. കിടന്നുറങ്ങി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു. വീണ്ടും ഇതേ മാലാഖ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അബുവിനെ വിളിച്ചുണർത്തി. ഇന്നുകൊണ്ട് കയ്യിൽ തങ്കത്താളി. അപ്പോ അബു ചോദിച്ചു, ഇന്നത്തെ തങ്കത്താളിയിൽ എന്താണ് ലിസ്റ്റ്? ഈശ്വരൻ ഇഷ്ടപ്പെടുന്നവരുടെ പേരുണ്ട്. എന്റെ പേരുണ്ടോ അതിൽ? നിന്റെ പേരാണ് ആദ്യം. രണ്ട് തരക്കാരുണ്ട്. ഏതൊക്കെ? ആദ്യത്തെ ഏതായിരുന്നു? ഈശ്വരനെ ഇഷ്ടപ്പെടുന്നവർ. രണ്ടാമത്തേത് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത്. ഇതിലേതാ ആവേണ്ടത്? നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അയ്യോ, ഗുരു ഏറ്റുമാനൂരപ്പൻ എന്ന് പറഞ്ഞാ എനിക്കിഷ്ടമാ. എന്താ കാര്യം? എന്റെ ചില കാര്യങ്ങളൊക്കെ ആര് നടത്തി തരുന്നുണ്ട്? ഹേതുകൊണ്ട് ഇല്ലേ? എന്താ പറയാ, എന്റെ മോക്ക് ഇത്തവണത്തെ SSLCക്ക് അല്ലെങ്കിൽ +2 മുഴുവൻ A+ കിട്ടിയാലും എന്ത് തരാം? ഒരു തുലാഭാരം. 9 ഉള്ളെങ്കിലോ കൊടുക്കുവോ? അപ്പൊ എനിക്ക് നേട്ടം നൽകുകയാണെങ്കിൽ എനിക്ക് ആ ഭഗവാൻ ഇഷ്ടമാണ്. എങ്ങനെ അബു ഇതിലേക്ക് ഉയർന്നു? ഒരു പള്ളിയിലും പോയില്ല, ഒരമ്പലത്തിലും പോയില്ല, ഒന്നും ചെയ്തില്ല. ഒറ്റ കർമ്മമേ ചെയ്തുള്ളൂ. ആ മാനവനെ അപ്പോ ഏറ്റവും വലിയ അതല്ലേ ഗാന്ധിജിയും പറഞ്ഞത്, ഏറ്റവും വലിയ ഈശ്വര സേവ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ പൂർണ്ണമായ ഈശ്വരനെ സേവിക്കലിന്റെ കർത്തവ്യം? എന്താ? ഇവിടെ പറഞ്ഞില്ല അമ്പലത്തിൽ പോകാൻ, ഇവിടെ പള്ളിയിൽ പോകാൻ പറയുന്നില്ല, ഒരു ദേവനെ നിങ്ങൾ വെച്ച് ആരാധിക്കാൻ പറയുന്നില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക. ആ സഹായത്തിന്റെ പിന്നിൽ ഹേതു ഉണ്ടാവരുത്. അതാണ് ഫലാകാംക്ഷയോടുകൂടി ഒരു. അപ്പൊ ആദ്യത്തെ ഭക്തന്മാരുടെ കർത്തവ്യം എന്താ? നാളെ മുതൽ ഇനി. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം മാഹാത്മ്യത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞു സാറേ, ഇവിടെ ഭാഗവത സപ്താഹം പൂർണ്ണമായിട്ടും കേട്ടാൽ മോക്ഷം കിട്ടുമെന്ന പറഞ്ഞത്. ആരെങ്കിലും ഒരാള് അയലോക്കത്തു നിന്ന് ഒരാളെ വിളിച്ചോണ്ട് വന്നോ? ഇവിടെ സപ്താഹം ഉണ്ട്, കേൾക്കാൻ പോകാമെന്നും പറഞ്ഞു. എന്താ വിളിച്ചോണ്ട് വരാഞ്ഞത്? അവക്കിപ്പൊ മോക്ഷം ഒന്നും കിട്ടണ്ട, ആർക്ക് കിട്ടിയാ മതി. അങ്ങനെ ആവരുത്. അപ്പൊ പറഞ്ഞത് ഒരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ സകലരെയും ഈശ്വര രൂപത്തിൽ കണ്ടുകൊണ്ട് അവന്റെ ദുഃഖം എന്റെ ദുഃഖം ഈ ഭാവത്തിൽ ആര് കാണുന്നുവോ അതാണ് അവന്റെ കർത്തവ്യം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇത് നമ്മൾ ഇനി സ്വയം മനസ്സിലിട്ട് ചിന്തിക്കുക. എനിക്ക് ഏതെല്ലാം രീതിയിൽ ഈ ഭഗവാനെ സേവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എഴുതി വെച്ചത് മാനവ സേവ മാധവ സേവ. അതിനപ്പുറത്തൊരു ഈശ്വര പൂജയും വേറെയില്ല. അടുത്തത് ഭക്തന്മാർ എത്ര തരത്തിലെന്ന്.
എത്ര തരത്തിലുണ്ട് ഭക്തന്മാർ? നിരവധി തരത്തിലുണ്ടെന്ന് നമ്മൾ പറയാം. എങ്കിലും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഭക്തന്മാർ 3 തരത്തിലാണ്. ഈ 3 തരക്കാരുടെയും ലക്ഷണവും ഇവിടെ പറയും ഞാൻ. ഇതിനകത്ത് ഏതിലാ പെടുന്നെന്ന് വെച്ചാൽ കൈ പൊക്കണം. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ഭക്തന്റെ പേര് ഉത്തമൻ, രണ്ടാമത്തേത് മധ്യമൻ, മൂന്നാമത്തേത് അധമൻ അല്ലെങ്കിൽ പ്രാകൃതൻ. ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഉത്തമൻ, മധ്യമൻ, അധമൻ. പക്ഷെ മലയാളത്തിൽ അധമൻ എന്ന് കേട്ടാ ഉടനെ നമ്മൾ കരുതുന്ന എന്തുവാ? അതിനൊരു അധമ പ്രവർത്തിയാ ചെയ്തെന്ന് പറയരുത്. എന്താ പറയുക? ഏറ്റവും വൃത്തികെട്ട, മോശമായ എന്നല്ല. സംസ്കൃതത്തിൽ അധമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശം എന്നൊന്നും അല്ല. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഡിഗ്രികള്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ടായി പറയാം. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ്, സൂപ്പർലൈറ്റീവ് ഇല്ലേ? അപ്പോ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് അല്ലേ? അപ്പൊ ബെസ്റ്റ് ആണ് ഏത്? ഇതാണ് തരതമ ഭേദം എന്ന് ഭാഗവതത്തിൽ വരുന്നത്. ഉത്തമം അല്ലെങ്കിൽ ഉത്തമം, ഉത്തമതരം എന്ന് പറഞ്ഞു വരുന്നതാ. എന്താണ്? ഉത്തമൻ ബെസ്റ്റ്, മധ്യമം ബെറ്റർ. അപ്പൊ അധമം ഏതായിരിക്കും? ഗുഡാ, നല്ലത്. അതുകൊണ്ട് മലയാളത്തിലെ അർത്ഥം കൊണ്ട് ഇവിടെ വെക്കരുത്. നമുക്ക് പറ്റിപ്പോയത് മുഴുവൻ ഏതാ? ഈ മലയാളം സംസ്കൃതം ഒന്നാണെന്നങ്ങ് ധരിച്ചിട്ട് മലയാളത്തിന്റെ അർത്ഥം അങ്ങോട്ട് വ്യാഖ്യാനിക്കും. എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു ഇതുപോലെ തന്നെ ഒരു സപ്താഹത്തിന് തിരുവല്ലായിലെടുത്ത് ഞാൻ കുറെ സപ്താഹം അവിടെ നടത്തിയിട്ടുള്ള ഒരു തവണത്തെ സപ്താഹത്തിന് എന്നെ വിളിച്ചത് ഭദ്രദീപം കൊളുത്താനായിട്ടാണ്. ഞാൻ അവിടെ ചെന്നു. ഇതേപോലെ ഭദ്രദീപം കൊളുത്തതിന് മുമ്പ് സ്വാഗത പ്രസംഗികൻ എന്ത് ചെയ്യുക? സ്വാഗതം ചെയ്യുക. അപ്പൊ ഞാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, എന്നെ ഒന്ന് പൊക്കിയേക്കാന്ന് വെച്ചാ ഇദ്ദേഹം അർത്ഥങ്ങളൊക്കെ എടുത്ത് അങ്ങ് കട്ടിയുള്ളതൊക്കെ പറയാ. എന്നിട്ട് നമ്മുടെ ഇവിടെ സപ്താഹം നടത്തിയിട്ടുള്ള ആള് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഈ പണ്ഡിതമന്യനായിരിക്കുന്ന ഈ സാറിനെ നാം ഹാർദവുമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതിലും ഭേദം എന്നെ വടിക്ക് തല്ലി കൊല്ലുമായിരുന്നു. എന്താ പണ്ഡിതമന്യൻ എന്ന് പറഞ്ഞാൽ? പമ്പര വീട്ടി ഇരിക്കുന്നെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. എന്താ പണ്ഡിതം? പണ്ഡിതക ഇതി യഹാമന്യതേ സഹ പണ്ഡിതമന്യഹാന. ആരാണോ സ്വയം പണ്ഡിതനെന്ന് നടിച്ചു നടക്കുന്നത് അവനാണ്. അങ്ങേരെ അതൊന്നും ഉദ്ദേശിച്ചല്ല, ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാ പറഞ്ഞേ. പണ്ടൊരു ആത്തേരമ്മ ഗുരുവായൂരമ്പലത്തിൽ പോയി വാകച്ചാർത്ത് തൊഴാൻ. അപ്പോ വാകച്ചാർത്ത് കണ്ടുകൊണ്ടിരുന്ന് തൊഴുതെല്ലാം കഴിഞ്ഞു വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, വാകച്ചാർത്ത് തൊഴുതു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ആ വാകച്ചാർത്തോടു കൂടി ആ ശ്രീകോവിൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ആ രൂപത്തെ കണ്ട് ഞാൻ കുണ്ഠിതപ്പെട്ടു പോയെന്ന് സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് വാക്ക് പ്രയോഗിച്ചത് ഏത് വാക്ക് എപ്പോഴാണെന്നുള്ളതൊന്നും അറിയില്ല, ചുമ്മാ അങ്ങ് കസർത്തുക. അപ്പൊ അതേപോലെ ഈ അധമൻ എന്നുള്ള വാക്ക് സംസ്കൃതം മലയാളത്തിലേക്ക് വെക്കുമ്പം ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട്. ചില അർത്ഥങ്ങൾ മലയാളവുമായിട്ട് ഒരു കാരണവശാലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഉത്തമൻ, മധ്യമൻ, അധമൻ, ഇങ്ങനെ 3 തരത്തിലാണ് ആര്? ഭക്തന്മാർ. ഇനി ഇവരുടെ ലക്ഷണം എന്ത് എന്നുള്ള പറയാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആൾ, ആദ്യത്തേതിന് ഉത്തരം പറഞ്ഞ കവിയ. ഈ ലക്ഷണങ്ങൾ പറയുന്നത് ആരാണ്? ഹരി എന്നു പേരുള്ള രണ്ടാമത്തെ നവയോഗിയ. അദ്ദേഹം പറഞ്ഞത് എന്താ? ഹരിരുവാച സർവഭൂതേഷു പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവതി ആത്മനിയേഷ ഭാഗവതോത്തമ. യേശക ഭാഗവതോത്തമ, ഇവനാണ് ഉത്തമനായ ഭക്തൻ. ആര്? നമ്മുടെ നിലയില് നമ്മള് ഒരു ഭഗവാന്റെ ഉത്തമ ഭക്തൻ ആരേക്കാണ് നമ്മളാ പറയുക? നമ്മൾ ബാഹ്യമായി കാണുന്ന
ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടാണ് ആരെ ഉത്തമനായ ഭക്തരായിട്ടൊക്കെ കാണുന്നത്. എങ്ങനെ കാണും? ഒന്നാമത്, ഏറ്റവും വലിയ ഭക്തനാണെന്ന് കണ്ടാൽ നമ്മൾ ആദ്യം കാണുന്നത് ആ ഭക്തനത് ഇവിടം തൊട്ട് ഇവിടം വരെ എന്തുണ്ടാവും? ത്രിപുണ്ഡ്രം, ചിലരൊക്കെ ഊർധ്വപുണ്ഡ്രം അടിക്കും. ഇത് കണ്ടാൽ എങ്ങനെ? ഭസ്മം പൂശിട്ടുണ്ട്, പിന്നെയോ ചന്ദനമുണ്ട്, ചന്ദനത്തിനകത്ത് കുങ്കുമമുണ്ട്, അതിനകത്ത് ഗണപതി ഹോമത്തിന്റെ കറപ്പുണ്ട്. അപ്പൊ സത്വമുണ്ട്, രജസ്സുണ്ട്, തമസ്സുണ്ട്. പിന്നെയോ ഉടുത്തിരിക്കുന്ന വസ്ത്രം കാവി, ശ്രേഷ്ഠനായ ഭക്തൻ. പിന്നെയോ കഴുത്തില് രുദ്രാക്ഷമാല, കായയുടെ വലിപ്പം കൂടും തോറും ഭക്തിയും കൂടും. പിന്നെ ഈ തലമുടി മുരിങ്ങക്ക പരുവത്തിലാണല്ലോ, അതാണെങ്കിൽ ഇവൻ അപ്പുറത്ത് വേറൊരു ഭക്തനില്ല. കമണ്ടലു, മെതിയടി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ തന്നെയാണ് ആര്? ഉത്തമനായ ഭക്തൻ. ഇവിടെ ഇതൊന്നും പറയുന്നു. അതാണ് പ്രത്യേകത. എന്താ പറഞ്ഞത് ഇവിടെ? സർവഭൂതേഷു പശ്യേത്. ഏതവനാണ് സകല ചരാചരങ്ങളിലും ഏത്? ഭഗവത് ഭാവം, ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഇതിലും ഉള്ളത് എന്ന് കണ്ടിട്ട്, ഭൂതാനി ഭഗവതി, സകല ജീവജാലങ്ങളെയും ആ ഭഗവാനിലും ഏത്? അതിനെ തന്നിലും അതിനെ തന്നെ ആര് കാണുന്നുവോ അവനാണ് ഉത്തമനായ ഭക്തൻ. എന്ന് പറഞ്ഞാൽ എങ്ങും പോകണ്ട, വീട്ടിലിരുന്ന് എന്ത് ചെയ്താ മതി? പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഈ കാണുന്നവയൊക്കെ ആരുടെ? ഭഗവാന്റെ ചൈതന്യമാണ്. ആർക്കും ഒരു ഉപദ്രവം, അയക്ക് ചെയ്യുന്ന ഉപദ്രവം എനിക്കുള്ളതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഉപദ്രവിക്കും. ഈ ഭാവത്തോടു കൂടി ആരാണോ നിൽക്കുന്നത് അവനാണ് ഉത്തമനായ ഭക്തൻ. അതിനകത്ത് വല്ലവരും പെടുവോ? ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഇല്ല, രക്ഷയില്ല. നമ്മളും ഭക്തരാ. ചിലപ്പോ അതിന് ഉത്തമനായ ഭക്തന്റെ പറയുമ്പോ പറയാം. അടുത്തത്, അപ്പൊ ഇതിൽ നമ്മൾ പെടില്ല. കാരണം എന്താ? തന്നെ പോലെ തന്നെ, അതാണല്ലോ ക്രിസ്തുദേവൻ പറഞ്ഞിട്ടില്ലേ? തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ. എന്താ അതിന്റെ അർത്ഥം? അതാണ് ഏത്? സമഭാവന. സമ സർവേഷു ഭൂതേഷു, എല്ലാത്തിലും സമമായിട്ട് കാണാം. ഇത് കാണുമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചിക്കനും പൊറോട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല. അതും പറഞ്ഞേക്കാം. എന്താ കാര്യം? അതും ആരാ? അതുകൊണ്ടാ ഇന്നലെ പറഞ്ഞ കൊന്നാ പാവം തിന്നാ തീരുന്ന വെച്ചല്ലേ കൈവെക്കുന്നത്. ഇതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നത്. അപ്പോ അതാണ് ഉത്തമനായ ഭക്തി. അടുത്തത് മധ്യമൻ. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദിശത്സുജ പ്രേമ മൈത്രി കൃപോപേക്ഷ യഃ കരോതി സമധ്യമ. അവനാണ് മധ്യമൻ. ആര്? ഈശ്വരേ, ഈശ്വരനിലും. പിന്നെ തദധീനേഷു, മുമ്പ് പറഞ്ഞ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന ആ ഓരോ ജീവജാലങ്ങളിലും. അതേപോലെ തന്നെ ബാലിശേഷു, അതാണ് എന്താ? ആ ഭഗവാനെ ഭജിക്കാതെ നടക്കുന്നവർ, അങ്ങനെ ഉള്ളവരില്. ദിശത്സു, അതേപോലെ തന്നെ ഭഗവാനെ എതിർത്ത് നടക്കുന്നവർ, ചീത്ത വിളിച്ചടക്കുന്ന കൂട്ടരില്ലേ. ഭഗവാനെ ഭജിക്കാത്തവരും ഉണ്ട്. എന്നാൽ അവർ ഭഗവാന് യാതൊരു ദ്രോഹവും ചെയ്യില്ല. നേരെ മറിച്ച് ഭഗവാനെ ഭജിക്കത്തുമില്ല. ഇപ്പുറത്ത് മാറിയിരുന്ന അമ്പലത്തിൽ പോകുന്നവരെ വരെ ഒരു പണിയില്ല. അങ്ങനെ കുറെ കൂട്ടരില്ലേ, ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ ഈശ്വരനോട് എന്തു തോന്നും? പ്രേമം. പ്രേമം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ? ഭക്തി. അതേപോലെ തന്നെ മൈത്രി. ആരോട്? സകല ചരാചരങ്ങളോടും അതിൽ ഈശ്വരനാണെന്നുള്ള ഭാവം കണ്ടിട്ട് അവരോട് മാത്രം, അവരോടെപ്പോഴും മിത്രഭാവം.
ഉപദ്രവിക്കാതിരിക്കുക. ഒരാള് ഈശ്വരനെ ഭജിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ കാണുമ്പോൾ മനസ്സിൽ ഒരു തോന്നൽ, കഷ്ടം, ഇവൻ ഇങ്ങനായി പോയല്ലോ. അതാണ് ദയ, കൃപ. ഭഗവാനെ ചീത്ത വിളിക്കുന്ന ആളുകളെ കാണുമ്പോൾ, ഓ അതുകൊണ്ട് അവൻ അവിടെ നിപ്പുണ്ട്, അമ്പലത്തിലോട്ട് പോവാ, അവൻ എന്തെങ്കിലും പറയും, അവനെ വിട്ടിട്ട് അപ്പുറത്തെ വഴിയെ കൂടെ പോവാ. ഉപേക്ഷ. ഈ കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത് അവനാണ് മധ്യമനായിരിക്കുന്ന ഭക്തൻ. ഇയാൾക്ക് ഭഗവാനെ ഭജിക്കും, പക്ഷേ ആ ഭജനത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. 10 രൂപ കൊടുത്താൽ 10 രൂപയുടെ ഫലം ഇങ്ങോട്ട് പ്രതീക്ഷിക്കും. രാസക്രീഡയില് ഗോപികമാരും ഭക്തന്മാരുടെ ലക്ഷണം ചോദിക്കുന്നിടത്ത് പറയും, ഈ മധ്യമ ഭക്തന്മാര് എങ്ങനെയാണ്? കൊടുക്കുന്ന അത്രയും തിരിച്ചും ഇങ്ങോട്ട് പ്രതീക്ഷിക്കും. ഇതിന് പറയുന്ന കച്ചവടമെന്ന്. അവർക്ക് ഭക്തി ഇല്ല എന്ന് പറയാനും പറ്റില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് തക്കതായ പ്രതിഫലം കാക്ഷിക്കുന്നത്. അയാളാണ് ആര്? മധ്യമനായ ഭക്തൻ. പിന്നെയോ അതിൽ പെടുവോ? ഇല്ല. ഇനി ഒന്നുകൂടെയുള്ളേ, അതുകൂടെ പറഞ്ഞേക്കാം. അതിലും പെട്ടില്ലെങ്കിൽ ഇനി ഞാൻ പുതിയ പുരാണം എഴുതേണ്ടി വരും. അടുത്തത് അധമനായ ഭക്തൻ. നോക്കുക, അർച്ചയാമേവ ഹരയേ പൂജാമ്യ ശ്രദ്ധയേ ഗതേ നതദ്ഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അവനെ പ്രാകൃതൻ എന്നറിഞ്ഞോണം. അധമൻ ആരോടാണ്? അർച്ചായാമേവ ഹരയേ. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഹരിയോ ഏതെങ്കിലും ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം അവനുണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ആരാണ്? ആ വിഗ്രഹം. അതുകൊണ്ട് ആ വിഗ്രഹത്തിൽ എന്ത് ചെയ്യും? അർച്ചനകളും പൂജകളും നൈവേദ്യങ്ങളുമെല്ലാം ഇങ്ങനെ നിരന്തരമായിട്ട് കൊടുക്കും. പിന്നെയോ അർച്ചായാമേവകരേ പൂജാം യഹ ശ്രദ്ധയാ ഈഹതേ. ആരാണോ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ ഭഗവാനെ മറ്റാരെങ്കിലും ഭജിക്കുന്നതായിട്ട് കണ്ടാൽ, കൂടുതലായിട്ട് കണ്ടാൽ സുഖിക്കത്തില്ല. ഞാൻ കഴിഞ്ഞിട്ടേ ആരുള്ളൂ? ഏതൊരാളും. മറ്റൊരാൾ ഭജിക്കുന്നത് ഇഷ്ടമല്ല. ഭക്തേഷു, ആ ഭക്തന്മാരോട് ഇഷ്ടമില്ല. അതേപോലെ തന്നെ അന്യേഷു, മറ്റു ദേവന്മാരിലും വിശ്വാസം ഇല്ല. ഏത് ഭഗവാൻ മാത്രം. അതുകൊണ്ട് അവൻ പറയും, ഏറ്റുമാനൂരപ്പനോളം വരുവോ തിരുനക്കരയപ്പൻ. കമ്പാരിസൺ മനസ്സിലായോ? ഗുരുവായൂരപ്പന്റെ അത്രയും വരുവോ അമ്പലപ്പുഴ. അമ്പലപ്പുഴക്കാര് പറയും, ഞങ്ങളുടെ അമ്പലപ്പുഴ കണ്ണൻ. ഞാനവിടെ അമ്പലപ്പുഴ സപ്താഹത്തിന് മുമ്പ് പറയുന്നവര്, അമ്പലപ്പുഴ കണ്ണൻ, അതിനപ്പുറത്ത് ആരുമില്ല. ഇത് ഗുരുവായൂരുകാരൻ സമ്മതിക്കുമോ? ഇപ്പം ഗുരുവായൂർ അല്ല തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു സപ്താഹത്തിന് ആചാര്യൻ ഇറങ്ങിയാൽ അപ്പുറം ഇപ്പുറം ടൈറ്റിൽ വെക്കുന്ന എന്തുവാ? ഗുരുവായൂർ ഇന്നയാള്. സ്വന്തം സ്ഥലം വെക്കത്തില്ല. ആ കാരണം എന്താ? ആ ഗുരുവായൂരോടുള്ള ആ സിമ്പതിയാണ്. അപ്പോ മറ്റു ദേവന്മാരോടുമില്ല. താൻ ഭജിക്കുന്ന ദേവനെ മറ്റൊരാള് ഭജിച്ചാൽ അതും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഭക്തന്മാരാണ് ആര്? അധമന്മാര്. അതിൽ പെടുവോ? ഇല്ല. എന്നാ ഇനി അടുത്ത യുഗത്തിൽ എവിടെയെങ്കിലും ഒരു വ്യാസൻ ഉദിക്കട്ടെ, ഒന്നിലും പെടുന്നില്ല. അപ്പൊ എന്താ അപ്പൊ പറഞ്ഞാൽ മൂന്നിലും വന്നിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ഉയരാൻ കിടക്കുന്നു. അതുകൊണ്ട് എന്താ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ അമ്പലത്തില് ദീപാരാധന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂജയെല്ലാം കഴിഞ്ഞിട്ട് നട തുറക്കും. അപ്പൊ അവിടുത്തെ സ്ഥിരമായ, ഞാനിവിടെ ഒന്നും ഉദ്ദേശിച്ച് പറയുമല്ല കേട്ടോ, നീ അങ്ങനെ വ്യാഖ്യാനിക്കുകയല്ല, ഞാൻ ജെന്യുവിനായിട്ട് പറയുക. പലയിടത്തും കാണുന്നുമുണ്ട്. അത് കേട്ടാ മതി. എന്താണ്?
ഇങ്ങനെ അമ്പലത്തിലെ ദീപാരാധന നടക്കും. അപ്പൊ അവിടുത്തെ ഏറ്റവും ഒരു ആളായിട്ട് നിൽക്കുന്ന ഒരാളെ ഏത് അമ്പലത്തിലും കാണും. അങ്ങനെ അവിടെയുണ്ട് ഒരു ടീച്ചറാ. ആ ടീച്ചർ തിരി ഇതുമാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പം ഇങ്ങനെ നിൽക്കുക, തൊഴാൻ ചെന്ന ഞാൻ അമ്പലത്തിൽ ചെന്നതാ, ശിവന്റെ അമ്പലം. ഇങ്ങനെ ശിവന്റെ അമ്പലം പ്രദക്ഷിണമൊക്കെ വെച്ച് വന്ന് മണ്ഡപത്തിലിരിക്കുന്ന കാളയെ തൊടാനൊന്നും പോയില്ല. ഞാൻ അവിടെ നിന്നിങ്ങനെ തൊഴുതു. അപ്പൊ എന്നോട് ചോദിച്ചു, ആ കാളയൊക്കെ ഒന്ന് തൊട്ട് നമസ്കരിച്ചൂടെ? ഞാൻ ആ കാളയെ നമുക്ക് തൊടാനുള്ള അല്ല. അപ്പൊ മനസ്സിലായല്ലോ ആളെ. എന്നാ ഒരു കാര്യം ചെയ്ത് ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഏതിന് പോകാൻ, സപ്താഹത്തിനൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചാ, അപ്പൊ പിന്നെ ഈ കാള എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? അതോ ആ കാളയെ കണ്ടോ, ഈ വാഹനമൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല. ഈ കാളയെ മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ കാളയുടെ 2 കൊമ്പുണ്ടല്ലോ, അതിനിടെ കൂടെ വേണം ആരെ നോക്കി തൊഴാൻ. അങ്ങനെ പറയുന്നവരില്ലേ? ഉണ്ട്. ഞാൻ സമ്മതിച്ചു, അങ്ങനെ തന്നെ ആവാൻ ടീച്ചറെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ടീച്ചറെ. ഞാൻ നമ്മളെ വ്യാഴാഴ്ച തോറും വെളുപ്പിനെ പെരുന്ത അമ്പലത്തിൽ വീട്ടിലുണ്ടെങ്കിൽ പോകാറുണ്ട്. അവിടെ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന ഒരു മയില. ഞാൻ മയിലിന്റെ ഏത് വഴിയാ നോക്കേണ്ടത്? ശരിയാണോ? കൊട്ടാരക്കര ഗണപതി നിരവധി തവണ സപ്താഹം നടത്തിയ. അവിടെ നിന്ന് സപ്താഹത്തിന് പോകുമ്പം ആ ഗണപതിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആരെയാ? എലിയ. അപ്പൊ എലിയുടെ ഏത് വഴിയാ നമ്മൾ നോക്കേണ്ടത്? അപ്പൊ ഇതുപോലെയുള്ള എന്താണ് ഉപദേശങ്ങളുമായിട്ട് നിൽക്കുന്ന ആളുകളാ. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാമല്ലോ, അവരായിരിക്കും അവിടുത്തെ ലീഡർ. അപ്പോഴായിരിക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അവിടെ തൊഴാൻ വന്നത്. അങ്ങനെ ദീപാരാധനയ്ക്ക് നടയടച്ചിരിക്കാന്ന് വെക്കുക. അപ്പോഴായിരിക്കും ഇവര് നേരെ, ചില വണ്ണവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കുകയും വേണ്ട, നേരെ ആരുടെ മുമ്പിലോട്ട് കയറി നിൽക്കും? ഇവര് പാവം പിടിച്ച സ്ത്രീ, ഇവര് മിണ്ടത്തില്ലായിരിക്കും. ഇങ്ങനെ അങ്ങോട്ടൊരു നിപ്പങ്ങ് നിൽക്കും, തൊഴുത് നിൽക്കുക. അപ്പൊ ഈ പുറകിൽ നിൽക്കുന്ന ആള് ഭഗവാനെ തൊഴണോ അതോ ഇവരുടെ പൃഷ്ഠഭാഗം കണ്ടു തൊഴണോ? ഈ നിപ്പ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നട അങ്ങോട്ട് തുറക്കുന്നത്. ഇതങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ ഇവരങ്ങോട്ട് തൊഴും. അപ്പൊ ഇവർക്കറിയാം പുറകെ നിൽക്കുന്നയാൾ എത്തിക്കുത്തി നോക്കുവന്ന്. അപ്പൊ ഈ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ എന്ത് ചെയ്യും? ഒറ്റ ഭക്തി മുദ്രത ഇങ്ങനെ കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. ഒരു കാരണവശാലും ആരെ കാണിക്കില്ല. ശരിയല്ലേ? ഇത് കാണുന്നുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ളവരാണ് പ്രാകൃതര്. ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ ഏതിപ്പെടി വന്ന്. അപ്പൊ അത്ര ഉള്ളു. അങ്ങനെ 3 തരത്തിലുള്ള ഭക്തന്മാരുടെ ലക്ഷണം. എന്നിട്ട് ഉത്തമനായിരിക്കുന്ന ഭക്തന്റെ ലക്ഷണം പറയുക. എന്താണ്? ഈ ഉത്തമനായിരിക്കുന്ന ഭക്തനാണെങ്കിൽ ഇയാൾക്ക് എന്ത്? ഗൃഹീത്വാഭി ഇന്ദ്രിയൈർ വിഷയ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഏത് വിഷയങ്ങൾ വന്നാലും. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് 2 തരത്തിലുള്ള വിഷയസുഖങ്ങൾ, കർമ്മഫലങ്ങൾ ഉണ്ടാവും. ഒന്ന് പുണ്യം അല്ലെങ്കിൽ പാപം, അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇതൊക്കെ ഉണ്ടായാലും ന ദ്വേഷ്ടി ന ഹൃഷ്യതി. ദുഃഖമുണ്ടായാൽ ദേഷ്യമില്ല, സുഖങ്ങൾ ഉണ്ടായാൽ അത്യധികമായിരിക്കുന്ന. അതുകൊണ്ട് എന്ത് ചെയ്യും? സുഖത്തെയും ദുഃഖത്തെയും ഇവൻ എങ്ങനെ കാണും? പറഞ്ഞു കാവിലം അല്ലേ? സുഖേ ദുഃഖേ സമയ ഭൂത്വ ലാഭാലാഭൗ ജയാജയൗ എന്ന് ഗീത. അല്ലെങ്കിൽ സുഖവും ദുഃഖവും അനുഭവകാലം ഓയാൽ സമമിക. അതവിടെ പറഞ്ഞു വെച്ചു. എന്നിട്ട് പിന്നെ പറയാണ് എന്താണ്? അതേപോലെ തന്നെ ഇനി സുഖമായിക്കൊള്ളട്ടെ, ദുഃഖമുണ്ടായിക്കൊള്ളട്ടെ, ഇതൊന്നും തന്റെ കഴിവുണ്ടല്ല, ഇതെല്ലാം സാക്ഷാൽ ഭഗവാന്റെ മായയാണ്. എന്തുകൊണ്ട് മായ എന്ന് പറഞ്ഞു? ഭഗവാന്റെ അനുഗ്രഹം എന്നല്ല പറഞ്ഞത്. വിഷ്ണോർ മായാമിതം പശ്യൻ. ഈ അനുഭവിക്കുന്ന സുഖമായാലും ദുഃഖമായിക്കൊള്ളട്ടെ, ഇതെല്ലാം സാക്ഷാൽ ഭഗവാന്റെ മായയായിട്ട് കാണും. മായ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വരും, ഇല്ലാത്തത് ഉണ്ടെന്ന്. അപ്പൊ ഈ സുഖം എന്ന് പറയുന്നത് ദുഃഖം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സുഖമാകുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭൂതിയാകുമ്പോൾ, അതെനിക്ക് സന്തോഷത്തെ നൽകുമ്പോൾ അത് വിഷയം എനിക്ക് എന്താകും? സുഖം. അതേ വിഷയം തന്നെ ആ ഇന്ദ്രിയങ്ങൾക്കും എനിക്കും മനസ്സിനും
ദുഃഖത്തെയാണ് തരുന്നതെങ്കിലോ അത് ദുഃഖമായി. അപ്പൊ യഥാർത്ഥത്തിൽ സുഖമെന്നും പറയുന്നതും ദുഃഖമെന്ന് പറയുന്നത് ഇല്ല ഒരെണ്ണം. എന്റെ അനുഭവ തലത്തെ വെച്ചുകൊണ്ട് ഞാൻ എന്തു പറയുന്നു? ഇത് സുഖം, ഇത് ദുഃഖം. ലോട്ടറി അടിച്ചു, കൂട്ടുകാരന് 50 ലക്ഷം, അവനെന്തായി? സുഖം. എനിക്കെന്തായി? ദുഃഖം. തിരിച്ചറിഞ്ഞാലോ? മനസ്സിലായോ? അപ്പൊ എന്റെ അനുകൂല നിലയിൽ വരുമ്പോൾ ആ ദുഃഖം എനിക്ക് പിന്നീട് അതെന്താവും? അപ്പൊ ഈ സുഖമെന്ന് പറയുന്നതും ദുഃഖമെന്ന് പറയുന്നതും സ്ഥിരമായിട്ടൊന്ന് ഇല്ല. അതുണ്ടെങ്കിൽ തന്നെ അത് ഭഗവാന്റെ മായയാണ്. മായയായത് കൊണ്ട് എന്താ? അത് സത്യമല്ലാത്തതാണ്. എപ്പോഴാണോ അത് പോകണമെന്നും മാറി വന്ന ഭ്രമമാണ്, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണുകയാണ്. എന്നിട്ട് എന്താ പറയുന്ന ഇവിടെ? നഗാമകർമ്മ ബീജാന തസ്യ ചേതസ്സി സംഭവ. അതേപോലെ തന്നെ ഉത്തമനായിരിക്കുന്ന ഭക്തനാണോ, അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ഒരു വിഷയം കണ്ടാലും അതെനിക്ക് വേണം, അതെന്റെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത അവനില്ല. അത് കണ്ടാൽ കൊള്ളാം, അതിലേക്ക് പോകുന്നു. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയത്തിലേ ഉള്ളൂ കാമം. അതേത്? വാസുദൈവൈക നിലയ, ഭഗവാന്റെ സ്ഥാനത്ത് എത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരിക്കും ഉത്തമനായ ഭക്തൻ. അടുത്ത പറയാണ്, ന യസ്യ ജന്മകർമാഭ്യാം ന വർണ്ണ ആശ്രമജാതിവി സജ്ജതേസ്മിൻ ആംബാവോ ദേഹേ വൈ സഹരേ പ്രിയ. അവനാണ് ഉത്തമൻ. അവനെ സംബന്ധിച്ചിടത്തോളം, ഉത്തമനായ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉയർന്ന ജാതിയിൽ ജനിച്ചവനാണ് എന്നൊരു ചിന്ത ഇല്ല. അല്ലെങ്കിൽ എനിക്ക് നല്ല ധനമുള്ളവനാണ്, ഞാൻ നല്ല പാണ്ഡിത്യമുള്ളവനാണ്, അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എനിക്ക് അതിൻ്റെതായിരിക്കുന്ന എന്ത് കിട്ടണം? പരിഗണന കിട്ടണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, അമ്പലത്തിലേക്ക് കേറി ചെല്ലുമ്പോൾ മേൽശാന്തി എന്നെ കണ്ടാൽ അപ്പോൾ തന്നെ എനിക്ക് പ്രസാദം ഏതലയിൽ തന്നെ തരണം. ഈ ചിന്ത അവനിൽ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ഒറ്റ വാക്കിൽ കാര്യം പിടിയിട്ടില്ലേ? പിന്നെയോ, ഞാൻ ഉയർന്ന ജാതിയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ്, ഇന്നയാളാണ്, ഈ ചിന്തയൊന്നും ആർക്കില്ല. അതാണ് വർണ്ണ ആശ്രമം. ഞാൻ വലിയ കേവനായ സന്യാസിയാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ആർക്കില്ല. അതേപോലെ അഹംഭാവ, എന്നെ കഴിഞ്ഞ ആരുമില്ല എന്നുള്ള, എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ തലകുനിച്ച് തന്നെ എന്താണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് അറിവായിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ ധനമായിക്കൊള്ളട്ടെ, ഇതൊന്നും അവന് തലക്കനത്തിനിടയാക്കുകയും ഇല്ല. പിന്നെയോ, അതേപോലെ ശരീരത്തിലും ഞാൻ നല്ല സൗന്ദര്യമുള്ളയാളാണ്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കഴിവുകളുള്ളവനാണ്, ഇങ്ങനെയുള്ള ശരീര സംബന്ധമായിരിക്കുന്ന ഈ ചിന്തകളൊന്നും ആർക്കുണ്ടാവില്ല? ഉത്തമനായ ഭക്തന് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ആരാകണം? അതുകൊണ്ട് ഇവിടെ ഉത്തമന്റെ കാര്യം പറഞ്ഞുള്ളൂ, മധ്യമനാകാനും ഭാഗവതം പറയണില്ല. അതുകൊണ്ട് എന്തിനാ ഈ ഉത്തമ ഭക്ത ലക്ഷണം മാത്രം പറഞ്ഞ്? ഭാഗവതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവരെയും ആരാക്കണം. അതാക്കുമ്പോ പിന്നെ മധ്യമന്റെ കാര്യം പറയണോ? മധ്യമന്റെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പം എന്താ? എല്ലാരും മധ്യമരായാൽ പിന്നെ ഇവിടെ ഒരു കാര്യം പറയും, മധ്യമനായിരിക്കുന്ന ഭക്തന് ആ ഭഗവാനോടുള്ള ഭക്തിയിൽ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ടായിരിക്കും അവൻ ആരെ ആശ്രയിക്കുന്നത്. അല്ലെ, നമ്മളൊക്കെ മിക്കവാറും അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് ചെന്നാൽ തൊഴുതാൽ തന്നെ എനിക്ക് ഇന്നതൊക്കെ സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? ആരും അയ്യോ നിങ്ങൾ അങ്ങ് പോയി, എന്നാ ഞങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം. ഇനി അതൊന്നും ഇല്ലെങ്കിലും ദീർഘായുസ് തരണേ എന്ന് പ്രാർത്ഥിക്കാറില്ല. കാത്തോട് പറഞ്ഞ അർത്ഥം എന്താ? റോഡിന്റെ വലതുവശത്തു കൂടി പോകരുത്. അതിന്റെ അർത്ഥം എന്താ? ഇടതുവശത്തു കൂടി പോകണമെന്നല്ലേ? അത് അർത്ഥം അവിടെ ഉണ്ടല്ലോ. എന്നെ കാത്തോടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 95 ഇനിയും കാത്തോളേന്നാ അല്ലേ പറയുന്നില്ല? എന്നെ അങ്ങ് എടുത്തോളേ എന്ന് പറഞ്ഞില്ലല്ലോ.
ശരി ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയാണ്, നമ്മള് ആ ഹേതു വെച്ചുകൊണ്ടാണ് ഭക്തി. അങ്ങനെയാണെങ്കിൽ ഒരു കാരണത്തോടു കൂടിയുള്ള ഈശ്വര ഭജനം അത് ഉത്തമമായ ഭക്തിയിൽ എത്തില്ല, പെടുത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാരായണ ഭട്ടതിരിപ്പാട് ആരല്ല, ഉത്തമ ഭക്തൻ അല്ല.